റെയിൽവേ സ്റ്റേഷനൊക്കെ വൃത്തിയുണ്ടല്ലോ. ഒരാൾ അടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പൊടിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മെറ്റലൊക്കെ ഇട്ട് തണലിൻ്റെ അടിയിലാണ് ശരിക്കും. -1 എർത്ത് ഇതാണ്, കറണ്ടാണ്, കമ്പി ഒന്നുണ്ട്. രണ്ടാമത്തെ ദിവസത്തെ പ്രഭാതത്തിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിരാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. KL സെൻട്രലിൽ നിന്ന് ബാട്ടു കേവ്സിലേക്ക് പോകണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ KLCC ആണ്, സെൻട്രലാണ്. അപ്പോൾ ട്രെയിനിലാണുള്ളത്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇന്നലത്തെ രാത്രിയുടെ ഉറക്കമൊക്കെ ഭയങ്കര പൊട്ട എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ റൂമിലൊക്കെ എന്താ പറയുക, പൊട്ടമാണോ അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു. പക്ഷെ വൃത്തിയുണ്ടെങ്കിലും ഒരു തരം പ്രത്യേക സ്മെല്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ ഒരു 40 മിനിറ്റ് എടുക്കും. 2.60 റിംഗറ്റാണ് പെർ പേഴ്സണിന്. സുഖമായിട്ട് പോകാം. AC ആണ്. നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ ഇവിടുന്ന് ഒരു 50 മീറ്റർ തികച്ചില്ല ഇങ്ങോട്ട് എത്താനായിട്ട്. ഇത് ട്രെയിന് മോണോ റെയിൽ അതിനേലും വലിയൊരു കുറേ ലൈറ്റുള്ളൊരു ബിൽഡിങ്ങാണ്, ഒരു മാളാണ്. ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ഇത് പോണത്. ഇത് മണ്ണിക്കൂടെ ഓടുന്ന കാരണം. മോണോ റെയിലൊക്കെ മേലെ കൂടെ പോകണ കാരണം ഒരു 3rd ഫ്ലോറിലോ അങ്ങനെ എന്ത് വേണം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഓരോ ലൊക്കേഷൻ അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കും. അതിൻ്റെ ഉള്ളിലെത്തിനെ നമുക്ക് നടക്കേണ്ടത് മാപ്പിൽ കാണിക്കില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അടുത്ത് ചോദിക്കും ഇന്ന സ്ഥലത്തേക്ക് എങ്ങടെ പോകണ്ട. അപ്പോൾ അവർ നമ്മൾ തന്നെ റേറ്റ് ചെയ്തിട്ട് സുഖമാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബാട്ടു കേവ്സിൽ ഇറങ്ങിയിട്ടുള്ള ഇതാണ്. ബാട്ടു കേവ്സ് 6 മണിക്ക് ഓപ്പൺ ചെയ്യും. ട്രെയിൻ പുറത്തേക്ക് കഴിക്കണല്ലോ അല്ലേ. സ്റ്റേഷൻ ഇങ്ങനെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കാണാം ബാട്ടു മലകൾ കാണാം. ഒരു ഹനുമാൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. എന്താ ഹനുമാൻ നെഞ്ച് വിളർന്ന് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ആണ് കേട്ടോ അത്. അപ്പോൾ ഒരുപാട് കുരങ്ങുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് പഴമൊക്കെ മേടിച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് പിന്നെ ഒരു തമിഴ്നാടൻ ലുക്ക്. കല്യാണങ്ങൾ കുറച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ നമ്മൾ കയറിയില്ലേ അതൊന്ന്, പിന്നെ അവിടെയൊക്കെ പന്തൽ കണ്ട, ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ കിടക്കുന്നുണ്ടോ. ഇത് വേറെ കല്യാണം. ഇതാണ് നമ്മളെ വഴി. തന്നെ ഒരു തമിഴ്നാട് ഇടാ, അസല് തമിഴ്നാട്, വേറെ ഒന്നും പറയാനില്ല. ചെറുത് കളിക്കുന്നൊക്കെ 270 ആണ്ട് പടികളുണ്ട്. പടി ഫുള്ള് കളർഫുള്ള് കേട്ടോ. പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ലോകത്തിൽ തന്നെ ഉയരം കൂടിയതിൽ 2ാമതാണ് ഈ സ്റ്റാച്യു. ആദ്യത്തെ നേപ്പാളിലാണ്. ഇവിടെ ഒരു കാലത്ത് മനുഷ്യന്മാർ താമസിച്ചിടത്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ പോയി. പിന്നെ ചൈനീസ് വംശകരാണ് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടെത്തിയത്. മുഴുവൻ കാടായിരുന്നു ഇവിടെയൊക്കെ. പിന്നെ ഈ 2004-ലോ 2005-ലോ ആണ് ഇങ്ങനെ ഒരു സ്റ്റാച്യു നിർമ്മിച്ചത്. തമിഴ് ആളുകൾ തന്നെ. അതുകൊണ്ട് കംപ്ലീറ്റ് ഇവിടെ പിന്നെ ഇങ്ങനെ ഗോൾഡ് കളർ പൂശി നല്ല ഉയരത്തിൽ ഇങ്ങനെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മലയുടെ അത്രയും തന്നെ ഉയരം ഇങ്ങനെ കിട്ടും. കണ്ടോ ഈ ഡൊണേഷൻ്റെ വെച്ചിട്ടുള്ള ഈ ബോക്സ് തന്നെയില്ലേ, അത് തന്നെ നോക്കിയാൽ ഒരു മനുഷ്യൻ നിൽക്കണമെന്ന് സങ്കല്പിക്കുക. ഇവിടെ 2 മനുഷ്യൻ വേണം ഈ ഡൊണേഷൻ്റെ ഈ ഡ്രമ്മിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. അവിടെ നിന്നാണ് കാലൊക്കെ തുടങ്ങണുള്ളൂ. മുകളിലേക്ക് ഇങ്ങനെ നോക്കി ആ മലയുടെ വരെയുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിൻ്റെ പുറകിൽ കൂടെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിൽ ബാട്ടു ഗുഹകൾ എത്തും. കണ്ട കുറേ കോവിലുകൾ കണ്ട. ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഈ പ്രാവുകളായിട്ട് കളിച്ച് വീഡിയോസ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോബി. എൻട്രൻസ് ഫീസോ ഒന്നുമില്ല, ഫുള്ള് കോവിൽ കാരണം. എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. പിന്നെ ഈ ജനുവരി മാസം, തൈപ്പൂയ മാസം ഇവിടെ വലിയ ഫെസ്റ്റിവൽ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ സന്ദർശിക്കാനായിട്ട് വരും. ഇവിടുത്തെ ഏരിയയിലത്തെ റൂംസൊക്കെ ഫുള്ള് ഫില്ലായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരും ദർശനത്തിനും. അങ്ങനെ ആ തൈപ്പൂയ മാസം കൊണ്ടാടാനായിട്ട് വരും.
കടന്നു ചെല്ലുമ്പോൾ വീണ്ടും സ്റ്റെപ്പ്. ഒരുപാട് കോയിലുകളുണ്ടല്ലോ ഇവിടെ. പ്രകൃതിയുടെ ഒരു അത്ഭുതമല്ല ഇങ്ങനെ ഒരു വലിയ ഗുഹ. അടുത്ത് മാത്രം ഇതൊക്കെ അടുന്നൽക്കൂടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. പിന്നെ അതൊക്കെ കുരങ്ങുകൾ വരുന്നുണ്ട്. കുരങ്ങുകൾ പൊത്തിപ്പിടിച്ചിറങ്ങി. പാട്ടു കേസിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ. அப்படியா? இல்லை இது இந்த சேஞ்ச் இருக்கு, பரவாயில்ல. നമ്മൾ പാട്ട് കേസിൻ്റെ അവിടെ നിന്ന് ഗ്രാബിൽ ജെൻറ്റിങ് ഐലൻഡ്സിൽ പോകണം. 43 റിങ്കറ്റാണ് ചാർജ് വരുന്നത്. ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് വലിയൊരു ഹൈവേ കൂടെ പാസ് ചെയ്തുകൊണ്ട് പോകണം. ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ ബോർഡൊക്കെ ഉണ്ടല്ലോ, WP, ഇതെല്ലാം കുലാലംപൂർ ഏരിയയിലുള്ള വണ്ടികൾ. ബാക്കിയൊക്കെ വേറെ സ്ഥലം. എന്തൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു ആംബുലൻസ് ഒക്കെ തന്നെ പാസ് ചെയ്ത് പോയി. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ നോക്കി എത്ര തിരക്കുണ്ടായിട്ട് ആരെങ്കിലും ഫോൺ അടിക്കില്ല. വണ്ടികളൊക്കെ മൂട് പിടിച്ച് പോകണമെന്നില്ല, ഡിസ്റ്റൻസ് ഉണ്ട്. ഈ വണ്ടിയും ആ വണ്ടിയുടെ ഡിസ്റ്റൻസിലേക്ക് അടുത്ത വണ്ടി വയ്ക്കും. ഇന്നത്തെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ലൈനപ്പ് ഉണ്ടാവുമോ? കുത്തിക്കയറ്റി ഒച്ചയും വിളിയായിട്ടുണ്ടാവും. ചവിട്ടമായിക്കോട്ടെ. നമ്മളെ വണ്ടി തന്നെ ഇറങ്ങി ഏർപ്പെട്ട് നിർത്തി. ഒക്കെ വേറെ വണ്ടിയുടെ ഫുള്ള് കാണാവുന്ന വിധത്തിലും. ഇനിയും 10 കിലോമീറ്റർ ഉണ്ട്. ഏജൻസികളൊക്കെ ആക്സിഡൻറ്റ് 440 മീറ്റർ, 9.7 കിലോമീറ്റർ ഉണ്ട്. അത് കാരണമാണോ ബ്ലോക്ക്? ആക്സിഡൻറ്റ് രേഖപ്പെടുത്തണം. ഒരു വണ്ടിക്ക് ഇടയിട്ടുണ്ട്. അല്ല, റോഡ് റോളറൊക്കെ ഒക്കെ ഉണ്ടല്ലോ. ദേടാ മറിഞ്ഞെടുക്കണില്ലേ? റോളറല്ല അത്, കാറ്റിൻ്റെ വേറെന്താണ്, JCB. ട്രക്ക് മറിഞ്ഞതാ, ഫുള്ള് ലോഡും പോയല്ലോ. ബ്ലോക്ക് തന്നെ കഴിഞ്ഞ്. നമ്മളുടെ ഒരു മൂന്നാറിനെ സങ്കല്പിക്കുക. അതുപോലത്തെ ഒരു കാട്, വലിയ ഹൈവേ കിടക്കുക. 4 വരിയുടെ ഹൈവേ പണിത് കിടക്കുന്നത്. ഒരു ചുരം കയറുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല. വെച്ച് പിടക്കുക. നമ്മളുടെ കേരളത്തിലൊന്നും ഉയരത്തിലുള്ള നഗരങ്ങളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ജെൻറ്റിങ് ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈറ്റിലുള്ളൊരു നഗരം. 14,000 ഏക്കർ സ്ഥലമുണ്ട്. മൂന്നാറിൻ്റെ മുകളിൽ, കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ടൊരു ടൗൺഷിപ്പ് അങ്ങോട്ട് പണ്ടെങ്കിലോ ലൂപ്പിനൻ സിറ്റി. അതാണ് അത്. കാടിനെ നശിപ്പിക്കാണ്ട് ഇവരിങ്ങനെ നിലനിർത്തും. ഇവിടുത്തെ ഈ കാടുകളിലൊക്കെ ട്രൈബ്സ് ഉണ്ട്. ഇപ്പോഴും ജീവിക്കേണ്ട ഒരുപാട് വിചിത്രമായ ട്രൈബ്സുകളുണ്ട്. ഈ മരണശേഷം മരത്തുമ്പോൾ കെട്ടിയിടുന്ന ട്രൈബ്സിനെ കുറിച്ച് കേട്ടില്ലേ? അതൊക്കെ ഇവിടെയാണുള്ളത്. നമ്മളെ ടാക്സി ഇവിടെ വന്നാൽ ഇറങ്ങാം. ഡ്രോപ്പിംഗ് പോയിന്റ് ഇത് ഇവിടെയാണ്. എന്നിട്ട് ഇങ്ങനെ കയറി ഓരോ ലെവൽ മുകളിൽ കയറാം. ഭയങ്കര രസമുണ്ട്. ഇവിടെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഒരു മാള് തന്നെ കയറുക. ഫൗണ്ടെയിൻസ്, പ്രെയർ ഹാള്, റെസ്റ്റ് റൂം, ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെയൊക്കെ കഴിഞ്ഞ് നല്ല തണവുണ്ട് ഇവിടെ. ജസ്റ്റ് ഈ ഒരു ലെവൽ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ബ്രിഡ്ജ് കടന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറായി നമ്മൾ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒന്ന് നടന്നിങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നത്. കണ്ട നല്ല സീനിക്കല്ലേ കാണാൻ, അടിപൊളി. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് താഴത്തേക്ക്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പോവാം. ഇത് എന്താ, കുറേ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്.
ഇവിടെ ആകെയുള്ളൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈവേയിലുള്ള ഈ കേബിൾ കാറിങ് മാത്രമാണ്. ബാക്കിയൊക്കെ പുള്ളിയിലത്തെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്, അങ്ങോട്ട് കടന്നിട്ട് പറയാം. വാവ്, നല്ല തണവ് വീശുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു നോ സ്മോക്കിംഗ് സോൺ കാണുന്നത്. അല്ലെങ്കിൽ പബ്ലിക്കിലിരുന്ന് എല്ലാവരും ഇന്ന് വലിക്കുന്നതാണ്. ഇതൊക്കെ റിംഗറ്റ് 10,000, അല്ലെങ്കിൽ 2 കൊല്ലം ജയിലിൽ. ഇവിടെ നടന്നു കാണാൻ ഐലൻസിൽ പോവാ. ഇതല്ല, അവിടെ ഒരു സ്റ്റെപ്പ് മോളി കാണണം. ഒന്ന് കയറിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് സ്കൈ വേയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ ടാക്സിക്ക് നമുക്ക് ഇവിടെ നിന്ന് വന്നതേ ബാട്ടു കേവ്സിന്ന് 43 റിംഗും അവരെ ചാർജും 6 റിംഗ് ടോളും വന്നു. അങ്ങനെ ടോട്ടൽ 49 വന്നു. അപ്പോൾ അവർ നമുക്കൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു തന്നു. ആള് തമിഴന്മാരാണ്. ഇവിടുത്തെ പെട്രോളിൻ്റെ ചിലവ് വരുന്നുണ്ട്. പെട്രോളാണ്. അപ്പോൾ 2 ഇതാണ് ഫ്യൂവൽ വരുന്നത്. 2 റിംഗറ്റ് വരും. അപ്പോൾ നമ്മളെ ഇന്ത്യൻ റുപ്പി 40 രൂപ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു പൈസ ഇവിടെ ടാക്സിക്ക് ഉണ്ടാക്കാം. ടാക്സി ചാർജാണോ നമ്മളെ നാട്ടിൽ വരുന്നതിലും കൂടുതൽ വരും. റോഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ വാഹനങ്ങൾക്ക് മെയിൻ്റെനൻസോ വേറെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്യൂവലും കുറവാണ്. അപ്പോൾ നല്ലൊരു തുക ടാക്സിയൊക്കെ ഓടിയാൽ ഇവിടെ കിട്ടുമെന്നാണ് അവരുടെ ഡയറക്ഷൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കയറിയിട്ട് നേരെ ഹൈലാൻഡ്സിൽ പോവാം. ഹൈലാൻഡ്സിൽ അവരൊരു മൂന്നാറിൻ്റെ ഒരു പ്രതീകം പറയും. അതന്നെ ഇതൊരു മാളിലാണ് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് അന്വേഷിക്കണം. തിരിച്ച് ബാട്ടു കേവ്സിലേക്ക് അല്ലെങ്കിൽ KLCCക്കുള്ള ബസ്സിൻ്റെ സമയവും ബസ്സിന് എത്ര ചാർജ് വരുന്നതും കൂടി നോക്കണം. സ്കൈവേൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സിന് എഴുതിയിട്ടുള്ളത് ഏതാണ്? ഐ വാക്ക് ടു ഒപ്പറാസി. രാവിലെ 11 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഗംഭീര കാഴ്ചയായിരിക്കും. സാമ്പിളിന് വേണ്ടിയിരിക്കണം. സാമ്പിൾ കഴിച്ചോ, കഴിച്ചു നോക്ക്. അവരെ ഡിസ്കറേജ് ചെയ്യരുത്. കഴിക്കണം. പന്നിയാണോ? What kind of meat is this? Pig, pork. അവരാ മര്യാദ കാണിച്ചില്ലേ. നോൺ ഹലാൽ. ഇങ്ങടല്ല കണ്ട അടിയിൽ അങ്ങോട്ട്. ഇവിടെ എത്തിയിട്ട് ഈ ലെഫ്റ്റിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടർ. 1 വേക്ക് 10 റിംഗിറ്റ്. അതുപോലെ ഇതെന്താ ഇങ്ങനെ സ്ഥലങ്ങൾ? ഇതേതാണ് എക്സ്പ്രസ്? ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. 1 വേ എല്ലാം നമുക്ക് എടുക്കേണ്ടത്. റിട്ടേൺ ഇതാണ് എടുക്കേണ്ടത്. അതല്ലേ 18ൻ്റെ. അല്ല അപ്പോൾ അത് ഗ്ലാസ് ഫ്ലോർ. ഇത് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ഫ്ലോർ. അടിയിൽ ഗ്ലാസ് ആയിട്ട് ഇത് മതിയല്ലേ. ഓൺലൈനിലാകുമ്പോൾ 44 ഇട്ടുള്ളൂ. ഇവിടെ ക്യാഷ്ലെസ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. നമ്മളതിൽ ക്യാഷാണുള്ളത്. അപ്പോൾ അത് കാരണം ഇവരെടുത്തൊരു ഹെൽപ്പ് വെച്ചിരിക്കുന്നത്. അവരുടെ കാർഡ് വെച്ചിട്ട് ഇവിടുത്തെ കാർഡ് വെച്ചിട്ട് അവർ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് തരും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈനിൽ എടുക്കാൻ പറ്റും. ഒരു റിട്ടേൺ അടക്കം എടുത്ത് തന്നിട്ടുണ്ട്. 18 റിംഗിറ്റാണ് വരിക ഒരാൾക്ക്. അപ്പോൾ 56 വരും, 54 വരും അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ബോർഡിംഗ് ബസ് അതുപോലെ ഇങ്ങനെ ABCD എന്നില്ല. അതിൽ C ആണ് നമുക്ക്. അതിൽ കൂടെ നമ്മളെ എൻട്രൻസ് തുറന്ന് കൊടുക്കട്ടെ. എന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. നമ്മളതിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കേബിൾ കാർ ഇതാക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലും വരുത്തിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മളോട് സാമ്യമുള്ള കാർഡാണ് ഇവിടുത്തത്. 3 കിലോമീറ്ററാണ് ഇവിടുന്ന്. കാർഡിനെ എന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ പോണതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഇത് കൂടെ ഒരു റോഡാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വൃക്ഷങ്ങൾ കളയേണ്ടി വരും. നല്ല ഹൈറ്റിലൂടെ നല്ല രസമാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം ടൂറിസ്റ്റ് വരും.
അൺലിമിറ്റഡ് അതിൻ്റെ സാധനങ്ങൾ പ്രവർത്തിക്കാൻ ഈ ബെൽറ്റ് അങ്ങോട്ട് കഴിയുന്നതോടെ ഒരു സ്പീഡ് കൂടും അല്ല അഞ്ചോ. ബസ് വേണമെങ്കിൽ അടിയിൽ വെള്ളം ഒഴുകണല്ലേ. അടി പോയി ഓക്കെ. നമ്മളിവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഒന്ന് ഇറങ്ങിയിട്ട് ടെമ്പിൾ ഒന്ന് കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ചിൻസ്വി സ്റ്റേഷൻ ഇതുണ്ട്. ഇവർ വിളിക്കുന്ന എന്താ സംഭവം വെച്ചാൽ ഇവിടുന്ന് ഫ്രീ ബസ് സർവീസ് ഉണ്ട് ടെമ്പിളിലേക്കുള്ളത്. ഫ്രീ ഷട്ടിലാണെന്ന് അവിടെ പറയാം. ആൾക്കാർ തികയുന്നതിനനുസരിച്ച് ബസ് എടുക്കും, ടെമ്പിളിൽ പോകും, തിരിച്ചിങ്ങോട്ട് വരും. ഇങ്ങനെ ഫ്രീ സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ വലിയൊരു സംഭവമായി അത്. ഇവിടെ വന്ന് ഇറങ്ങുക, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുക, തിരിച്ച് അതേ സെയിം ടിക്കറ്റിൽ ജെൻഡിങ് ഐലാൻഡ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മൾ സ്പോട്ടിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ചൈനീസ് ടെമ്പിൾ. ചീനക്കോവിൽ നിന്ന് തമിഴന്മാർ പറയാം. അവരതൊക്കെ അവരുടെ ആ ഒരു യുണീക്ക് ആർട്ട് കണ്ട ഭീകര വ്യൂ ആണല്ലോ. കാറ്റ് വീശിലേക്ക് അടിപൊളി. ലുക്കിൻ്റെ അങ്ങേറ്റം ആ മരങ്ങളുടെ ഫ്രെയിമിൽ നോക്കി അതിൻ്റെ പിന്നിൽ കൂക്ക് ബിൽഡിങ് ഒരു രക്ഷയില്ലാട്ടോ. എന്തൊരു ആംബിയൻസിനോട് അത് തണവ്. നല്ല വെയിലാണെങ്കിൽ എന്തൊരു തണവാണ്. ഓരോ ശില്പങ്ങൾ കരിങ്കല്ലും ഇങ്ങനെ കൊത്തിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതിയിട്ടുണ്ട്. ഈ പിൻഡോല ബ്രാഹ്മണായിരുന്നു, ജെൻഡറായിരുന്നു, ബുദ്ധമതം സ്വീകരിച്ചിരുന്നത്, ടൈഗറിന്, അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് എടുക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ലെങ്തായി പോകും. ഇവിടുന്ന് ഇങ്ങനെ ചെറുത് വന്നിട്ട് അവിടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാവും. ഭീമൻ ലുക്കായില്ലേ, മുകളിൽ കോട കെട്ടി കിടക്കണൊക്കെ. അടിപൊളി വ്യൂ ഇട്ട് പറഞ്ഞു. ഈ സ്ഥലം മസ്റ്റ് വിസിറ്റ് ഞാൻ പറയും. But it feels like a kind of fun, right? Let's see. Right? Look at that. Maybe if it is for a ride. Right? Yeah. Anna, would you do it? Let's see. വേൾഡിലെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഹോട്ടൽ ഇവിടെ ഇരുന്നു. ഇപ്പൊ US ഉണ്ടായിരുന്നു Yeah, no. അതില് No, guys. ഭയങ്കര കളർഫുൾ. ചൂതാട്ടം നടക്കുന്ന ഒരു വലിയൊരു ലോകം, ജെൻഡിങ് ഐലാൻഡ്സ്. ഓനെ കാഴ്ചകൾ കൊണ്ടൊരു അത്ഭുതമാണ് ഇവിടെ. ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. 25 മിനിറ്റിന് ബ്രോസ്റ്റഡും പിന്നെ റൈസും അങ്ങനെ എന്തൊക്കെയോ. 29 ഇത് മക്രോണി റൈസാ. ഇവിടുന്ന് നോക്കിയ ഒരു തരം മാജിക്കൽ വേൾഡ് അല്ലേ. അത് മതിമറിക്കാൻ പറ്റിയൊരു സ്ഥലം. നമ്മുടെ രാജ്യത്തിനെ മൂന്നാറിന് സങ്കല്പിക്കുക. ആ മൂന്നാറിലൊരു
ലോകം, ഒരു സിറ്റി അങ്ങനെ തന്നെ പണിതുണ്ടാക്കിയത്, ജെന്റിങ് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഈ അമ്യൂസ്മെന്റ് പാർക്ക്, ഷോപ്പിംഗ് മാള്, സ്ട്രീറ്റ്സ്, ഗാംബ്ലിങ്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കിയെടുത്ത അതാണ് ഒരു സ്വപ്ന ലോകം എന്നൊക്കെ പറയും. അതൊരു കുന്നിൻ്റെ മുകളിൽ അങ്ങോട്ട് വരുന്ന വഴി കേബിൾ കാർ, പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിങ്ങനെ ഇറങ്ങി വരണം. മുട്ടുണ്ട്. ഞാൻ ഒരെണ്ണം തുറപ്പിച്ചു, അതൊരെണ്ണം ഉണ്ട്. ഇത് അല്ല, ഇതാണ്. ക്ലിനിക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒരെണ്ണം ഫസ്റ്റ് ഹോട്ടലിൻ്റെ ലോബി, വാഷ്റൂം ഏരിയ. കോടൊന്നും കൂടി കെട്ടിക്കിടക്കണം. വലിയൊന്നും കാണുന്നില്ല. ഇവിടെ നടന്ന് കാല വയ്ക്കാന്നുള്ളൂടാ, ഒന്നും ആവാൻ പോണില്ല. എന്തോ നേരെ അങ്ങോട്ട് വീട് നടക്കണം. നാട്ടന്ന് തട്ടി പറയാൻ നടന്ന് വയ്യാണ്ടാവെന്നൊക്കെ പറയും. നിർത്തിയുടെ സ്ഥലം, ഒരു സ്ഥലം ഒന്ന് കണ്ടിടുന്നതായിരിക്കും. ഒന്ന് നടന്നു പോയാൽ പിന്നെ മറന്ന് പോവും. എന്നുവെച്ചാൽ പിന്നെ നമുക്ക് എത്താൻ വലിയ പാടാ. ഇത് ജാതി. ഇപ്പോൾ ഫസ്റ്റ് ഹോട്ടലിലാണ് ഉള്ളത്, അതിൽ ഏതോ ഒരു ടവറിലാണ്. പിടിയിട്ടില്ല കുഞ്ഞി. തിരിച്ചു പോകാനുള്ള തിരക്കൂട്ടിയ സീൽ കണ്ട ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു കേബിൾ കാറിന്. ഓരോ കേബിളിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. കുറേ പേര് അതിൽ വന്ന് ഇറങ്ങും. നമ്മൾ ക്യൂ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു ദിവസം ഒട്ടും പോരാ, തളരാനുള്ള ഒരു ദിവസം. എന്തെങ്കിലും മനസ്സിലാവണ്ടേ ഇതിൻ്റെ ഉള്ളിൽ? തീ പിടിച്ച തീ പിടുത്തം നടന്നു. ഇത് മൊത്തം പുറത്തുനിന്ന് ഭയങ്കര തണവ്. അട്ടി രാത്രി ഉണ്ടോ? എസ്കലേറ്റർ പണിതെക്കണത് ഇതിങ്ങനെ പോണ തങ്കടാണ്.
ഇവിടെ ഇങ്ങോട്ട് വന്ന് നാളത്തെ ദിവസമായി 31-ാം തീയതി ഇവിടെ മലേഷ്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് 67-ാമത്തെ സ്വാതന്ത്ര്യം അല്ലേ. അപ്പോൾ എന്താണ് പെട്രോണാസ് ടവറിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ടെന്ന് അറിയാൻ പറ്റിയ. പിന്നെ ജെൻറ്റിക് ഐലൻഡ്സിൽ ബസ് ബുക്ക് ചെയ്ത് പോണ്. ഈ ബസ്സിൽ 10 ടിക്കറ്റാണ്, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പിന്നെ ജെൻറ്റിക് ഐലാൻഡിൽ പാസ്പോർട്ട് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാസിനോയിലേക്കും എൻട്രി ഉണ്ടെന്നുള്ളൂ കേട്ടോ. കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റിങ്കറ്റ് പേ ചെയ്യേണ്ടി വരും. പലതിലും എൻട്രിക്ക് പാസ്പോർട്ട് ചോദിക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഫോറിനേഴ്സിന് തന്നെ പാസ്പോർട്ട് മേടിച്ചിട്ടേ കളിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കാണാൻ പോകാൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ പോയിട്ട് കളിച്ചില്ല എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. അപ്പം അങ്ങനെ കാണാനായാലും പാസ്പോർട്ട് വേണം. വേറെ പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ എൻട്രൻസ് ആണ്. പോലീസാണ് ചെക്ക് ചെയ്യുക. പകരം വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് കിടച്ച് നേരെ ഒരു മണിക്കൂർ യാത്ര ഉണ്ടോന്ന് മയങ്ങും. പെട്രോണാസിൻ്റെ അവിടെ ഇറങ്ങും. KL സെൻട്രലിലേക്കാണ് ഈ ബസ്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് പെട്രോണാസിൻ്റെ അവിടേക്ക്. ഇതിനായിട്ട് മൊത്തം അങ്ങനെയൊക്കെ ഓരോ പരിപാടികളായിരിക്കും. സാതിലെ അപ്പുറത്തിരിക്കിട്ട് ഒരു ചൈനക്കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്.